കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനായിട്ട് പ്രദീപ് സാറിനെ വെൽക്കം ചെയ്യാം. ഗുഡ് മോർണിംഗ് പ്രദീപ് സാർ, വെൽക്കം ടു ദ ഷോ. മോർണിംഗ് പ്രിയ, മോർണിംഗ് വ്യൂവേഴ്സ്. US വിപണിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ S&P 500-നാണെങ്കിലും തുടർച്ചയായ സെഷനുകളിൽ ഒക്കെ തന്നെ ഒരു ഇടിവിലേക്ക് പോകുന്ന പ്രവണതയാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. S&P 500 0.22% നഷ്ടം രേഖപ്പെടുത്തി. നാസ്ഡാക്കും ഒരു ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തി 0.52% നഷ്ടത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. US വിപണിയെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? Priya, unfortunately, Dow Jones Index and Nasdaq രണ്ട് ഇൻഡിസസിലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇന്ന് ഏറ്റവും അധികം ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 37,600 പോയിന്റ്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ 600 പോയിന്റിന്റെ ഇടിവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അടുത്ത മേജർ സപ്പോർട്ട് ഏരിയ ഡൗ ജോൺസ് ഇൻഡെക്സിന് ആദ്യത്തെ 37,100, അതിനെ തുടർന്ന് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 36,700 പോയിന്റിലും ആയിരിക്കും സപ്പോർട്ട്സ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പോൾ നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും ദ ഷോർട്ട് ടേം ട്രെൻഡ് ഹസ് ടേൺ ബെയറിഷ് ആൻഡ് അറ്റ് ദ മൊമെന്റ് നമുക്ക് എഗെയിൻ ഒരു ബൈയിങ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടും കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഈ ലെവലിൽ നിന്നും ചുരുങ്ങിയത് 400 മുതൽ 600 പോയിന്റിന്റെ ഒരു കറക്ഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അതോടൊപ്പം കൊമോഡിറ്റി മാർക്കറ്റ്സിലേക്ക് നോക്കുമ്പോൾ ഇന്നിപ്പോൾ ക്രൂഡ് ശക്തമായിട്ടുള്ള തുടക്കത്തിൽ ഒരു ഫ്ലാറ്റ് നോട്ടിൽ ആരംഭിച്ചതിന് ശേഷം പിന്നീട് ഇപ്പോൾ $3 ബാരലിന് $3 ഉയരുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന ഒരു സംഘർഷത്തിന്റെ അല്ലെങ്കിൽ സംഘർഷമൊക്കെ തന്നെ ഈ ക്രൂഡിലും ഒപ്പം തന്നെ ഗോൾഡിലും ഒക്കെ തന്നെ പ്രതിഫലിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ക്രൂഡിനെ സംബന്ധിച്ച് ഇനി പ്രധാനമായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ക്രൂഡിന്റെ കേസിൽ കഴിഞ്ഞ 5 സെഷൻസിൽ നമുക്ക് വലിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായത്. ആൻഡ് ക്രൂഡിന്റെ കേസിൽ $80 ഒരു മേജർ സപ്പോർട്ട് ലെവൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിംഗിൽ നമുക്കൊരു ഷോർട്ട് ടേം ട്രേഡിംഗ് അവസരം നമുക്ക് ലഭിക്കണമെങ്കിൽ ക്രൂഡ് $83 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. $83 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് വിൽ ബി ബിറ്റ്വീൻ $85 and $86. ഗോൾഡും അതിന്റെ ഒരു പീക്കിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് കാണാം. 0.69% മുന്നേറ്റത്തിൽ ഔൺസിന് $2,398 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ഡെറിവേറ്റീവ്സിൽ മുന്നോട്ട് പോകുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ഗോൾഡിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി വെരി ബുള്ളിഷ്. ബട്ട് ഈ ഹൈ ലെവൽസിൽ നമുക്ക് ഇനി ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ $2,370 ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ലെവൽ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഗോൾഡിൽ ഒരു മുന്നേറ്റം വരുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് കാണാൻ സാധിച്ച റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ $2,448, അത് തന്നെയായിരിക്കും മേജർ റെസിസ്റ്റൻസ് ലെവൽ. ആഭ്യന്തര വിപണിയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ 21,995 എന്നുള്ളൊരു ഏകദേശം ഇൻട്രാഡേ ലോയ്ക്ക് അടുത്ത് തന്നെയായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലത്തെ ഒരു സെഷൻ നമ്മൾ വ്യാപാരം പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ 22,326 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് വരുന്നതിന് ശേഷമാണ് പിന്നീട് ഉച്ച കഴിഞ്ഞുള്ള സെഷനിൽ കനത്തൊരു സെല്ലിംഗ് പ്രഷർ നമുക്ക് നിഫ്റ്റിയിൽ കടന്നു വന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞൊരു ഇൻട്രാഡേ ലോ പരിശോധിക്കുകയാണെങ്കിൽ 21,961 എന്നൊരു റേഞ്ച് വരെ താഴ്ന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയും ഒരു വീക്ക് സ്റ്റാർട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഏഷ്യൻ വിപണികളിലും ഒക്കെ തന്നെ നമുക്കൊരു വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ഇടിവ് തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? Again, നിഫ്റ്റിയുടെ കേസിലും കഴിഞ്ഞ 5-6 സെഷൻസിൽ വി ആർ സീയിങ് ലോട്ട് ഓഫ് സെല്ലിംഗ് പ്രോഫിറ്റ് ടേക്കിംഗ്. ആൻഡ് ഇന്നലത്തെ വീക്ക് ക്ലോസിനെ തുടർന്ന് നിഫ്റ്റിയുടെ കേസിലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ നല്ല സാധ്യതകൾ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 21,700 പോയിന്റ്. ഈ 21,700 പോയിന്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 47,069 എന്ന റേഞ്ചിലായിരുന്നു ബാങ്ക് നിഫ്റ്റി ട്രേഡിംഗ് അവസാനിപ്പിച്ച് 415 പോയിന്റ് ഒരു ഇടിവ് അവസാന നിമിഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചും നിഫ്റ്റിയെ പോലെ തന്നെ 47,829 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയർന്നതിന് ശേഷം അവസാന മണിക്കൂറുകളിലാണ് ഈ പറഞ്ഞ പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്?
See, bank Nifty short-term trend continues to be bullish. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് മേജർ സപ്പോർട്ട്. ആദ്യത്തെ 46,400, അതിനെ തുടർന്ന് 46,000 പോയിന്റിലും. ഇന്ന് ലോ റിസ്ക് ആയിട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് ഒരു ട്രേഡിംഗ് അവസരമോ ബൈയിങ് അവസരമോ കാണാൻ പോകുന്നില്ല. സോ പുതിയ ലോങ് പൊസിഷൻസ് നിഫ്റ്റി ബാങ്കിങ് സെക്ടറിൽ പൂർണ്ണമായിട്ടും ഇന്ന് അവോയ്ഡ് ചെയ്യുക. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം പ്രധാനമായിട്ടും ഇൻഫോസിസ് തങ്ങളുടെ റിസൾട്ടുകളൊക്കെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫോസിസിനെ സംബന്ധിച്ച് അറ്റാദായം 7,969 കോടി രൂപയായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വരുമാനം പരിശോധിക്കുകയാണെങ്കിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ 37,923 എന്ന റേഞ്ചിലാണ് വരുമാനം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കമ്പനി ഇപ്പോൾ ഫൈനൽ ഡിവിഡൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഓഹരി ഒന്നിന് 20 രൂപ എന്നുള്ള ഒരു റേഞ്ചിൽ തന്നെയാണ് ഇപ്പോൾ ഡിവിഡൻഡും ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇൻഫോസിസിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? റിസൾട്ടിന്റെ സാർ എങ്ങനെ നോക്കി കാണും? റിസൾട്ടിൽ ഒരു സർപ്രൈസസും ഇല്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെയുള്ള റിസൾട്ട് ഇൻഫോസിസിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇൻഫോസിസിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ജനുവരി മാസം അറൌണ്ട് ദ മിഡിൽ ഓഫ് ജനുവരി ഏർലി ഫെബ്രുവരി മാസത്തിലായിരുന്നു ഇതിന്റെ 52 വീക്കായി 1,733 രൂപ. അതിനുശേഷം കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഈ ഇൻഫോസിസിന്റെ കേസിൽ സെല്ലിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷ് ആയിട്ട് കാണുന്നു. അറ്റ് ദ മൊമെന്റ് ഒരു ബൈയിങ് ട്രിഗറും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ സപ്പോർട്ട് ഏരിയ 1,350 രൂപയിലായിരിക്കും. അതോടൊപ്പം തന്നെ ബജാജ് ഓട്ടോയെ സംബന്ധിച്ചും മികച്ച റിസൾട്ടുകൾ റിലീസ് ചെയ്യാൻ ബജാജ് ഓട്ടോയ്ക്കും സാധിച്ചിട്ടുണ്ട്. ബജാജ് ഓട്ടോയെ സംബന്ധിച്ച് 2,011.43 കോടി രൂപയാണ് അറ്റാദായ ഇനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 18% വർധനവ് ഇയർ ഓൺ ഇയർ ബേസിസിൽ രേഖപ്പെടുത്താൻ വേണ്ടി കമ്പനിക്ക് സാധിച്ചിരുന്നു. വരുമാനം പരിശോധിക്കുമ്പോൾ 30% ഒരു വർധനവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. 11,249 കോടി രൂപയായിട്ട് ഇത്തവണ വരുമാനം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. കമ്പനിയെ സംബന്ധിച്ച് അവർ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഓഹരി ഒന്നിന് 80 രൂപ എന്നൊരു നിരക്കിൽ തന്നെയാണ് ഇപ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ഇൻകം പരിശോധിക്കുകയാണെങ്കിൽ 30% അടുത്ത ഒരു വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ബജാജ് ഓട്ടോയെ സംബന്ധിച്ച് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തന്നെ നമുക്ക് അവരുടെ ഡിസംബർ ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ നമ്പേഴ്സ് ഒക്കെ തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ബജാജ് ഓട്ടോയെ സംബന്ധിച്ച് ഇനി നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ബജാജ് ഓട്ടോയുടെ ലോങ് ടേം ട്രെൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഒക്കെ തന്നെ വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 5-8 മാസങ്ങളായിട്ട് വി ഹാവ് സീൻ കണ്ടിന്യൂസ് ബൈയിങ് ഇൻട്രസ്റ്റ്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 8,780 രൂപയിൽ ഒരു സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് ഈ ഹൈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ജിയോഫിൻ തങ്ങളുടെ റിസൾട്ടുകൾ റിലീസ് ചെയ്യാനിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തിൽ 5% ഒരു മുന്നേറ്റത്തിൽ 5% നേട്ടത്തിൽ 379 എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ജിയോഫിൻ പ്രധാനമായിട്ടും NBFC സെക്ടറിൽ തന്നെ ലീഡ് ചെയ്ത് നിൽക്കുന്നതിനാൽ തന്നെ ജിയോഫിന്റെ റിസൾട്ടുകളും അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണ്. NBFC സെക്ടറിനെ സംബന്ധിച്ച് നമുക്കറിയാം ഡിസംബർ ക്വാർട്ടറിൽ ധാരാളം വെല്ലുവിളികളൊക്കെ തന്നെ NBFC സെക്ടറിൽ രേഖപ്പെടുത്തേണ്ടി വന്നു. RBIയുടെ റിസ്ക് വെയിറ്റേജ് ചുമത്തിയതും ഒക്കെ ബന്ധപ്പെട്ട് പല NBFC കമ്പനികൾക്കും അതൊരു നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിയോഫിനെ സംബന്ധിച്ച് സാറിന് ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ജിയോഫിൻ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങഗ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് എഗെയിൻ ബജാജ് ഓട്ടോയുടെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിലും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 364 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് ഈ ഹൈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. അതോടൊപ്പം HDFC ലൈഫ് ഇൻഷുറൻസും കഴിഞ്ഞ ദിവസങ്ങളിൽ തങ്ങളുടെ റിസൾട്ടുകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പനിയെ സംബന്ധിച്ച് 411 കോടി രൂപയാണ് ഇത്തവണ അവരെ നെറ്റ്
പ്രോഫിറ്റ് ഇനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 14% ഒരു വർധനവ് ഇയർ ഓൺ ഇയർ ബേസിസിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അവരുടെ നെറ്റ് പ്രീമിയം ഇൻകം പരിശോധിക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു 6% വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 20,488 കോടി രൂപയായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിരുന്നു. ഒപ്പം തന്നെ സോൾവൻസി റേഷ്യോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും 187% രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിരുന്നു. HDFC ലൈഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു സെഷനിൽ 6% നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. HDFC ലൈഫിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? HDFC ലൈഫിന്റെ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൽ ഒരു ലോ റിസ്ക് ആയിട്ട് ബൈങ് അവസരം എനിക്ക് കാണുന്നില്ല. നമുക്ക് അങ്ങനെ ഒരു ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ 640 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് അറ്റ് ദ മൊമെന്റ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 600 രൂപയിൽ ഒരു സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ റിസൾട്ട് റിലീസ് ചെയ്യാനുള്ള മറ്റൊരു IT ഭീമൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിപ്രോ തന്നെയാണ്. വിപ്രോയെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ഇൻഫോസിസിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ വിപ്രോയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഇന്നത്തെ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോഴും ഒരു പോസിറ്റീവ് സർപ്രൈസസും വിപ്രോയുടെ കേസിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഒരുപക്ഷെ ഇത്രയും കനത്ത സെല്ലിംഗ് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നേരിട്ടത് കൊണ്ട് വിപ്രോയുടെ കേസിൽ ഒരു ഷോർട്ട് കവറിംഗ് വരാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഒരു ബൈങ് അവസരമായിട്ട് ഇൻവെസ്റ്റേഴ്സ് കരുതരുത്. ബിക്കോസ് വിപ്രോയുടെ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറണമെങ്കിൽ 485 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ വളരെ കുറവാണ് അറ്റ് ദ മൊമെന്റ്. കഴിഞ്ഞ ഒരു സെഷനിൽ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് നടത്തിയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയിരുന്നു സ്റ്റെർലിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. സ്റ്റെർലിംഗ് ടൂൾസിനെ സംബന്ധിച്ച് കമ്പനി സൗത്ത് കൊറിയയിലെ യോങ്കിൻ ഇലക്ട്രോണിക്സ് കമ്പനിയുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്നുള്ള ഒരു റിപ്പോർട്ടുകൾ വന്നതിന് ശേഷമാണ് കഴിഞ്ഞ ഒരു സെഷനിൽ നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചു. ഓൾമോസ്റ്റ് ഒരു 8% ഒരു നേട്ടത്തിൽ 361 രൂപ എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റെർലിംഗ് ടൂൾസിനെ സംബന്ധിച്ച് ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് തന്നെയാണ്. എങ്കിൽ പോലും കമ്പനിയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് റവന്യൂ ഗ്രോത്ത് നോക്കുകയാണെങ്കിലും പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിലും ഒക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിലെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും ഒരു മൾട്ടി ബാഗറായിട്ട് മാറാൻ വേണ്ടിയിട്ട് സ്റ്റെർലിംഗ് ടൂൾസിന് സാധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ഒരു വർഷം ഇയർ ടിൽ ഡേറ്റിൽ അതിന്റെ ഒരു പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി ഒരു ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല. എങ്കിൽ പോലും കഴിഞ്ഞ ഒരു 1 മന്ത് ആയിട്ട് 13% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റെർലിംഗ് ടൂൾസിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? സോ പ്രിയ പറഞ്ഞതുപോലെ സ്റ്റെർലിംഗ് ടൂൾസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കാര്യമായിട്ട് ഈ ഷെയറിൽ ലിക്വിഡിറ്റി മാർക്കറ്റിൽ കാണുന്നില്ല. സോ ദിസ് ഇസ് എ ഹൈ റിസ്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി. ആൻഡ് പ്രിയ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു മാസത്തിനിടെ നമുക്ക് ഓൾറെഡി ഒരു 13% നേട്ടം കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഈ ഹൈ ലെവൽസിൽ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ പുതിയതായിട്ട് അഡ്വൈസ് ചെയ്യുന്നില്ല. ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 320 രൂപയിൽ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്കിൽ ഇന്ന് വീണ്ടും ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 420 രൂപയിലായിരിക്കും. അതോടൊപ്പം തന്നെ പ്രേക്ഷകരെ ക്വരീസ് അഡ്രസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇന്നത്തെ വിപണിയിൽ സാർ പ്രധാനമായിട്ട് ഏതെങ്കിലും സ്റ്റോക്കുകൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടോ? പ്രിയ അൺഫോർച്ചുനേറ്റ്ലി നോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് മാർക്കറ്റ് വീക്ക് ആയിരിക്കും എന്ന എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. സോ അടുത്തൊരു 3-4 സെഷനിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ധാരാളം പ്രേക്ഷകർ ധാരാളം ക്വറീസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇസാഫുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ ഇസാഫിനെ സംബന്ധിച്ച് 0.25% ഒരു ഇടിവോടുകൂടി 59.8 എന്ന റേഞ്ചിലായിരുന്നു ഇസാഫ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിന്റെ വ്യൂ? സോ നമ്മൾ ഓവറോൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ സ്മോൾ ഫൈനാൻസ് ബാങ്ക്സിലും നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഈസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്. ഈസാഫിന്റെ കേസിൽ ലിസ്റ്റിങ്ങിന് ശേഷം
മാർച്ച് മാസത്തിലായിരുന്നു ഇതിൻ്റെ റെക്കോർഡ് ഓൾ ടൈം ലോ നമുക്ക് കാണാൻ സാധിച്ചത് 53 രൂപ 30 പൈസ. ബട്ട് ഈ ഒരു സ്റ്റോക്കിലൊക്കെ ഈ സ്മോൾ ഫൈനാൻസ് ബാങ്ക്സിലൊക്കെ നമുക്ക് ബുള്ളിഷ് സെറ്റപ്പ് കാണുന്നുണ്ടെങ്കിലും ഇതെല്ലാം തന്നെ സ്മോൾ ക്യാപ് സ്റ്റോക്സ് ആയതുകൊണ്ട് റിസ്ക് ഇസ് ഓൺ ദ ഹയർ സൈഡ്. സോ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നിഫ്റ്റി 50യും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും ഒക്കെ ഒത്തിരി വീക്ക്നെസ് ഇന്നും അടുത്ത 2-3 സെഷൻസിലും വരുന്നുണ്ടെങ്കിൽ സ്മോൾ ഫൈനാൻസ് ബാങ്കിലും അതിൻ്റെ ഒരു സെല്ലിംഗ് പ്രഷർ നമ്മൾ നേരിടേണ്ടി വരും. സോ ഹാവിങ് സെഡ് ദാറ്റ്, നമുക്കൊരു ഹയർ റിസ്ക് ട്രേഡിന് നമ്മൾ പ്രിപ്പയർഡ് ആണെങ്കിൽ നമ്മൾ ഇന്നത്തെ ട്രേഡിങ്ങിൽ 62 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽ ഈസ് ഓഫ് സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക. 62 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 64-ലും അതിനെ തുടർന്ന് 68 രൂപയിലും ആയിരിക്കും. രാജേഷ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് RVNL-മായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1% ഒരു നേട്ടത്തിൽ 260 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ഇന്നലെ മാർക്കറ്റിൽ എത്രയും വീക്ക്നെസ് കണ്ടിട്ട് പോലും RVNL-ന്റെ കേസിലും കാര്യമായിട്ട് നമുക്ക് ഒരു ചേഞ്ചസ് ഒന്നും തന്നെ കണ്ടില്ലായിരുന്നു. സോ ഇറ്റ് ഇസ് മാനേജിങ് ടു ഹോൾഡ് വെരി വെരി സ്റ്റഡി. RVNL-ന്റെ കേസിൽ ഇന്നിപ്പോൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 272 രൂപ. 272 റുപ്പീസിന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 282-ഉം അതിനെ തുടർന്ന് 300 രൂപയിലും ആയിരിക്കും. അപ്പം മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് രാജേഷ് എക്സ്പോർട്ട്, ഷാജി എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് രാജേഷ് എക്സ്പോർട്സിലുള്ള സാറിന്റെ വ്യൂ തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തിൽ 292 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി രാജേഷ് എക്സ്പോർട്സിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ വളരെ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഇൻഫാക്ട് കഴിഞ്ഞ ഒരു 1-1.5 വർഷമായിട്ട് ഈ സ്റ്റോക്ക് സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു ബൈയിങ് ട്രിഗറും കാണുന്നില്ല. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം 320 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ബിക്കോസ് 320ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. അങ്ങനെ 320ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത അടുത്ത 3 റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് 340, 360, 385. അപ്പം സിന്ധു എന്ന് പറഞ്ഞ പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് റിഫെക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നുള്ള ഒരു സ്റ്റോക്കിന്റെ വ്യൂ ആണ്. ഇതൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. കഴിഞ്ഞ ദിവസത്തിൽ 5% നേട്ടത്തിൽ 148 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ റിഫെക്സ് വന്നിട്ട് ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. എഗെയിൻ കാര്യമായിട്ടൊരു ലിക്വിഡിറ്റി ആൻഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നില്ല. സോ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് ഈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒപ്പം മറ്റൊരു പ്രേക്ഷക ചോദിച്ചിരിക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ONGC ആണ്. സ്മിത എന്ന് പറഞ്ഞ പ്രേക്ഷകയാണ് ONGCയെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. 2% ഇടിവിൽ 275 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ONGCയുടെ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 265 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒപ്പം മറ്റൊരു ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് ആസ്റ്റർ DMലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.2% നേട്ടത്തിൽ 521 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ആസ്റ്റർ DM ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ലാസ്റ്റ് 3 സെഷൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ദർസ് എ ലോട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ഏരിയ ഇപ്പോൾ കാണാൻ സാധിക്കുന്ന 480 രൂപയിൽ. സോ പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വന്നിട്ട് നമുക്ക് 475, 485 ആ റേഞ്ചിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. മല്ലിക എന്ന് പറഞ്ഞ പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് എഡൽവൈസ് ഫിനാൻഷ്യൽ സർവീസസിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 2% അടുത്ത ഒരു ഇടിവിൽ 72 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. പ്രിയ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻസിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫൈനാൻഷ്യൽ NBFCസിന് എഗൻസ്റ്റ് ആയിട്ട് ഒത്തിരി റെഗുലേറ്റേഴ്സിന്റെ
നടപടികൾ എടുത്തിട്ടുണ്ട്. ആൻഡ് അതിൽ തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനിയായിരുന്നു എഡൽവൈസ്. സോ എഡൽവൈസിന്റെ ലോങ് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ ഒത്തിരി റിസ്ക് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് പൊസിഷൻസ് ഈ സ്റ്റോക്കിൽ തൽക്കാലം പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഒപ്പം ബാബു എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ITC ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 419 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. See, ITCയുടെ ലോങ് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അഗെയിൻ നിഫ്റ്റി 50യുടെ വീക്ക്നെസ്സിനെ തുടർന്ന് കഴിഞ്ഞ 5 സെഷൻസിൽ ITCയുടെ കേസിൽ നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 414 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് ഇന്നത്തെ ട്രേഡിംഗിൽ അവോയ്ഡ് ചെയ്യുക. കൃഷ്ണ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് മദ്രാസ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 86 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ഫെർട്ടിലൈസേഴ്സ്, FACT, നാഷണൽ ഫെർട്ടിലൈസേഴ്സ് മുതലായ പബ്ലിക് സെക്ടർ ഫെർട്ടിലൈസർ കമ്പനീസിലൊക്കെ തന്നെ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ബട്ട് എങ്കിലും നിഫ്റ്റി 50 ആൻഡ് മറ്റ് മേജർ ഇൻഡസ്ട്രീസിൽ ഇന്നൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും പുതിയ ലോങ് പൊസിഷൻ ലോ റിസ്ക് ആയിട്ട് എടുക്കാൻ സാധിക്കത്തുള്ളൂ. മദ്രാസ് ഫെർട്ടിലൈസേഴ്സിന്റെ സ്പെസിഫിക് കേസിൽ നമ്മൾ 92 രൂപയിലായിരിക്കും റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഇന്നത്തെ ട്രേഡിംഗിൽ 92 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി മാറും. അങ്ങനെ 92ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 96ഉം അതിനെ തുടർന്ന് 106ലും ആയിരിക്കും. ഒപ്പം മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ടാറ്റ ടെക്നോളജീസിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.5% ഇടിവിൽ 1048 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി ടാറ്റ ടെക്നോളജിയുടെ കേസിലും കഴിഞ്ഞ 10 സെഷൻസ് ആയിട്ട് നമുക്കൊരു സെല്ലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി തുടരുന്നു. സ്റ്റോക്കിലെ ഏറ്റവും മുഖ്യമായിട്ടൊരു സപ്പോർട്ട് ലെവൽ കാണാൻ സാധിക്കുന്നത് 1018 രൂപ. ലെറ്റ് us വെയിറ്റ് ആൻഡ് സി ആ സപ്പോർട്ട് ലെവൽ നിലനിൽക്കുന്നുണ്ടോ എന്ന്. അതിനുശേഷം നമുക്ക് ലോങ് പൊസിഷൻസിനെ കുറിച്ച് ചിന്തിക്കാം. മധു എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് പെട്രോനെറ്റ് LNG ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.5% ഇടിവിൽ 303 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ പെട്രോനെറ്റ് LNG ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ വളരെ ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഇന്നലത്തെ ഒരു സെഷനിൽ നമുക്ക് ഒത്തിരി പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ എസ്പെഷ്യലി ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ ലോങ് പൊസിഷൻ എടുത്തതായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 280 രൂപ. മണപ്പുറത്തിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.5% ഒരു നേട്ടത്തിൽ 190 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. മണപ്പുറം ഫിനാൻസ് ആണോ ചോദിച്ചത്? അതെ സർ. മണപ്പുറം ഫിനാൻസിന്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് മണപ്പുറത്തിന്റെ കേസിൽ ഇന്നത്തെ ട്രേഡിംഗിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 178 രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു മാർക്കറ്റ് ബെയറിഷായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ MCXൽ നിക്ഷേപിക്കുന്നത് നല്ലതാണോ എന്നുള്ളതാണ്. മാർക്കറ്റിൽ ഓവറോൾ വീക്ക്നെസ് കാണുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക, ക്യാഷ് പൊസിഷൻസ് കൂട്ടാൻ ശ്രമിക്കുക. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി 50ലും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ്, നിഫ്റ്റി IT ഇൻഡെക്സിലൊക്കെ ഈ തുടർച്ചയായിട്ട് സെല്ലിംഗ് വരുന്ന സമയത്ത് നമുക്ക് വളരെ ഹൈലി വാല്യുബിൾ ഒത്തിരി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന നല്ല കമ്പനിയുടെ ഷെയർസ് വളരെ ലോ പ്രൈസിൽ വാങ്ങിക്കാൻ നല്ല അവസരങ്ങൾ വരും ആഴ്ചകൾ നമുക്ക് ലഭിക്കും. അതിനു വേണ്ടിയായിരിക്കാം നമ്മുടെ ശ്രദ്ധയും പണവും ഒരുക്കേണ്ടത്. വിഷ്ണു എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് അശോക് ലെയ്ലാൻഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 3% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. സോ അശോക് ലെയ്ലാൻഡിന്റെ ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബെയറിഷ്, ബട്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നമുക്ക് ഈ സ്റ്റോക്കിൽ നല്ലൊരു റിക്കവറി കാണാൻ സാധിച്ചിട്ടുണ്ട്. ബട്ട് കഴിഞ്ഞ 4 സെഷൻസിൽ അഗെയിൻ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ സ്റ്റോക്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ട്. ഈ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 160 രൂപ.
160-ന്റെ സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്കിൽ ഒരു ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കും. സാറിന് ഏതായാലും ഫ്രീ ആക്കുന്നതിന് മുൻപ് അവസാനമായിട്ട് ജിബിൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ആസ്ട്ര മൈക്രോവേവിലുള്ള സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. 2% മുന്നേറ്റത്തിൽ കഴിഞ്ഞ ദിവസം 697 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ആസ്ട്ര മൈക്രോ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ വളരെ ബുള്ളിഷായി തുടരുന്നു. ഇന്നലത്തെ വീക്ക് ക്ലോസ് നടക്കുന്ന സമയത്ത് പോലും ആസ്ട്ര മൈക്രോവേവ് ഇന്നലെ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ ആയിരുന്നു നൽകിയത്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 680 രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് ഈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. പ്രേക്ഷകരുടെ മാക്സിമം ക്വറീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏതായാലും മാർക്കറ്റ് പ്ലസിന്റെ പുതിയൊരു സെഷനുമായിട്ട് നമുക്ക് തിങ്കളാഴ്ച കാണാം. അതുവരേക്കും നന്ദി.